ഗാസയിലെ യുദ്ധമുറിവുകൾ ഉണങ്ങും മുൻപ് ഇസ്രയേൽ അടുത്ത ലക്ഷ്യത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചും ഇറാന്റെ ആണവ ബുദ്ധികളെ ഇല്ലാതാക്കിയും പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനിയുടെ ഉപദേഷ്ടാവിനെ ഇല്ലാതാക്കിയുമാണ് ഇസ്രയേൽ മേഖലയിലെ മേധാവിത്വം കാട്ടിയിരിക്കുന്നത്. പുലർച്ചെ 100-ലേറെ യുദ്ധവിമാനങ്ങൾ ഇറാന്റെ ആണവ ഹൃദയം എന്നറിയപ്പെടുന്ന നഥാൻസ് അടക്കമുള്ള ആണവ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുകയായിരുന്നു. ഈ വിഡ്ഢിത്തത്തിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന ഖമേനിയുടെ മുന്നറിയിപ്പിന് പിന്നാലെയും ആക്രമണമുണ്ടായി. അമേരിക്ക ഇറാൻ 6ാം വട്ട ചർച്ച നാളെ ഒമാനിൽ നടത്തിയ ആക്രമണത്തിനെതിരെ അറബ് രാജ്യങ്ങളുടെ പ്രതിഷേധം കനക്കുകയാണ്. മേഖലയെ യുദ്ധത്തിലേക്ക് വലിച്ചിടുകയാണെന്ന നെതന്യാഹുവിനെ തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർദോഗൻ കുറ്റപ്പെടുത്തുന്നുണ്ട്. നാളെ ചർച്ച നടത്താനിരുന്ന ഡൊണാൾഡ് ട്രംപ് ആകട്ടെ ഇസ്രയേൽ നീക്കം അറിഞ്ഞിരുന്നെങ്കിലും ഇടപെട്ടില്ല എന്ന പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. ഇസ്രയേലും അമേരിക്കയും ചേർന്നുള്ള നീക്കത്തിൽ ഇരു കൂട്ടർക്കും തിരിച്ചടി നൽകുമെന്നാണ് ഇറാന്റെ ഇപ്പോഴത്തെ ഭീഷണി. ഗൾഫ് രാജ്യങ്ങളുടെ ഇടപെടൽ ഫലിക്കുമോ, അതോ ആർക്കും നിയന്ത്രിക്കാനാകാത്ത രാജ്യമായി ഇസ്രയേലും ആരെയും വെല്ലുവിളിക്കുന്ന നേതാവ് ബെഞ്ചമിൻ നെതന്യാഹുവും മാറുമോ? ഇറാൻ വ്യോമപാത അടച്ചിട്ടിരിക്കുകയാണ്. യുദ്ധവാർത്തയിൽ എണ്ണവിലയും കുതിക്കുകയാണ്. യുദ്ധത്തിലേക്കോ എന്നതാണ് ചോദ്യം. വിദേശകാര്യ വിദഗ്ധരായ ഡോക്ടർ പി ജെ വിൻസെന്റ്, ഡോക്ടർ മോഹൻ വർഗീസ്, ഡോക്ടർ ഫസൽ ഗഫൂർ, നിർമ്മൽ എബ്രഹാം എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ഡോക്ടർ പി ജെ വിൻസെന്റ്, ഇറാനെ എന്തിന് ഇപ്പോൾ ആക്രമിക്കണം എന്നുള്ള ചോദ്യമാണല്ലോ ആദ്യം ഉയർന്നത്. എന്തുകൊണ്ട് ഈ സമയം തിരഞ്ഞെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്? ഏറ്റവും സൗകര്യപ്രദമായ ഒരു സമയമാണ് ഇപ്പോൾ ഇസ്രായേലിന് കൈവന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ മാസം മെയ് 13 മുതൽ 16 വരെ അമേരിക്കൻ പ്രസിഡന്റ് ഗൾഫ് മേഖലയിലേക്ക് നടത്തിയ ത്രിരാഷ്ട്ര സന്ദർശനം, യുണൈറ്റഡ് കിങ്ഡം, സൗദി അറേബ്യ, UAE, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് നടത്തിയിട്ടുള്ള സന്ദർശനം വളരെ കൃത്യമായി പശ്ചിമേഷ്യയിലെ ശാക്തിക ബലാബലത്തെ മാറ്റിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലായിരുന്നു. അപ്പോൾ ഇതുവരെ സിറിയയിൽ HTSൻ്റെ നേതൃത്വത്തിൽ അധികാരം പിടിക്കുന്നത് വരെ വെസ്റ്റ് ഏഷ്യയിൽ അതിശക്തമായിട്ട് ഒരു ഷിയ സഖ്യം നിലനിന്നിരുന്നു. അത് ഗസ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇസ്രായേൽ നടത്തിയ സൈനിക നീക്കത്തിൻ്റെ ഫലമായിട്ട് ലെബനൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ളയുടെ ശക്തി നിർണായകമായി അവർക്ക് കുറയ്ക്കാൻ സാധിച്ചു. അതേസമയം ഹൂത്തികൾ ഇപ്പോഴും പ്രബലരായി നിലനിൽക്കുകയാണ്. പക്ഷേ ഇതിനിടയിൽ സിറിയ അതിശക്തമായിട്ട് റഷ്യയുടെ പിന്തുണയും ഇറാനുമായി ചേർന്നും നിൽക്കുന്നത് തന്ത്രപരമായി അവിടെ ഇടപെടുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. അവിടെയാണ് തുർക്കിയുടെ സഹായത്തോടു കൂടി HTS ബാഷർ അൽ അസദിനെ പുറത്താക്കിക്കൊണ്ട് സിറിയയിൽ അധികാരം പിടിക്കുന്നത്. ഇതിൻ്റെ തുടർച്ചയായിട്ട് ഈ ഷിയ സഖ്യത്തിന് ബദലായി ഒരു സുന്നി സഖ്യം വെസ്റ്റ് ഏഷ്യയിൽ അമേരിക്ക രൂപപ്പെടുത്തി കഴിഞ്ഞു. അത് 2 തരത്തിലാണ് പ്രവർത്തിക്കുന്നത്. ആദ്യമായിട്ട് അബ്രഹാമിക് അക്കോർഡ് എന്ന പേരിൽ ഇസ്രായേലും അറബി രാജ്യങ്ങളും തമ്മിൽ അബ്രഹാമിൻ്റെ പരമ്പരയിൽപ്പെട്ടവർ എന്ന ആശയം മുന്നോട്ട് വെച്ച് പരസ്പരം സഹകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. രണ്ടാമത് നോൺ അറബ് രാജ്യമായ തുർക്കി ഒരു സുന്നി രാജ്യമാണ്. അപ്പോൾ വിശാലമായ സുന്നി സഖ്യം ആ മേഖലയിൽ തുർക്കിയുടെ നേതൃത്വത്തിൽ രൂപപ്പെടുത്താനുള്ള ശ്രമം ആരംഭിച്ചു. സമീപകാലത്ത് തുർക്കിയും ഖത്തറും ഇറാനും ചേർന്ന് ഒരു ഐക്യപ്പെടൽ വന്നിരുന്നു ഇസ്രായേലിനെതിരായിട്ട്. ആ സഖ്യത്തിൽ നിന്ന് വളരെ തന്ത്രപരമായി ഇറാനെ മാറ്റി നിർത്തുവാൻ ഈ ത്രിരാഷ്ട്ര സന്ദർശനത്തിലൂടെ ട്രംപിന് കഴിഞ്ഞു. അവിടെ ഇന്ന് ഈ ആക്രമണത്തിന് ശേഷം തുർക്കി വളരെ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. തയ്യിബ് എർദോഗൻ പ്രതികരിച്ചിരിക്കുന്നത് ഈ മേഖലയെ യുദ്ധത്തിലേക്ക് നിർബന്ധിച്ച് വലിച്ചിടുകയാണ് ഇപ്പോൾ ഇസ്രായേൽ എന്നുള്ള പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. അല്ല, സ്വാഭാവികമായിട്ടും അത്തരം പ്രതികരണങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ സൗദി അറേബ്യയും ഗൾഫ് രാജ്യങ്ങളൊക്കെ തന്നെ അതിശക്തമായിട്ട് ഇതിനെ അപലപിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും പ്രായോഗിക തലത്തിൽ വരുന്നൊരു കാര്യമല്ല. ഇപ്പോൾ തുർക്കി അവിടെ സമാന്തരമായിട്ട് ഒരു തുർക്കിയും അതിൻ്റെ പ്രോക്സികളും ചേർന്ന് ഒരു പുതിയ സംഘത്തെ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിനാണ് അമേരിക്കൻ പിന്തുണയുള്ളത്. യഥാർത്ഥത്തിൽ അമേരിക്കയുടെയും തുർക്കിയുടെയും പിന്തുണയോട് കൂടി അവരുടെ പ്രോക്സിയാണ് HTS. അവരാണ് സിറിയ പിടിച്ചത്. അതുകൊണ്ട് അമേരിക്കൻ തുർക്കി താല്പര്യങ്ങൾ വളരെ ഐക്യപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ തുർക്കിയുടെ ദേശ താല്പര്യത്തിനപ്പുറത്തേക്ക് അവർ ആ മേഖലയിൽ ഇടപെടില്ല. ഇപ്പോൾ നമുക്ക് ഗസ യുദ്ധം ആരംഭിച്ചതിന് ശേഷം വംശീയ
ഉന്മൂലനത്തിൻ്റെ ഏറ്റവും ഭീകരമായ മുഖം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും തുർക്കി എത്രമാത്രം ശക്തമായി അതിനെ വിമർശിക്കുന്നുണ്ട്, അതിനെതിരായിട്ട് രംഗത്ത് വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത് ചൈനയുടെ ഇടപെടലാണ്. സൗദി അറേബ്യയും ഇറാനും തമ്മിൽ 1979 മുതൽ നിലനിൽക്കുന്ന ശീതയുദ്ധം അത് അവസാനിപ്പിക്കാനൊരു മഞ്ഞുരുക്കത്തിന് തുടക്കം കുറിച്ചത് ചൈനയുടെ ഇടപെടലാണ്. അപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ കുടുങ്ങിയതോടുകൂടി റഷ്യയുടെ സ്വാധീനം നിർണായകമായി കുറഞ്ഞു. ഗൾഫ് മേഖലയിൽ ചൈന പടിപടിയായി വളർത്തിക്കൊണ്ട് വരുന്ന സ്വാധീന മേഖലയെ ഇല്ലാണ്ടാക്കുക. അപ്പോൾ ഒരേ സമയം ഒരു സുന്നി ഐക്യപ്പെടലുണ്ടാകുക, അതിലേക്ക് പാകിസ്ഥാനെ അടക്കം കൂട്ടിച്ചേർക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയ സമയത്തും പഹൽഗാമിന് ശേഷവും പാകിസ്ഥാനെ ശക്തമായി വിമർശിച്ചുകൊണ്ട് അമേരിക്ക രംഗത്ത് വന്നില്ല എന്ന്. കാരണം അതോടൊപ്പം വേൾഡ് ബാങ്കിൻ്റെ ലോൺ അടക്കം പാകിസ്ഥാന് കിട്ടുന്നു. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ 79ാമത്തെ ജന്മദിനം ആഘോഷിക്കാനായിട്ട് അസിം മുനീറിനെ അമേരിക്കയിലേക്ക് വിളിച്ചിരിക്കുന്നു. അപ്പോൾ അമേരിക്കയുടെ താല്പര്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ മേഖലയിൽ. ഈ സുന്നി സഖ്യം ഉണ്ടാക്കുന്നതിൽ ഖത്തറും തുർക്കിയും അതോടൊപ്പം പാകിസ്ഥാനും കേന്ദ്രസ്ഥാനത്ത് വരുന്നു എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഇസ്രായേലിന് അത് തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇറാൻ വിരുദ്ധ യുദ്ധത്തിന് ഇറാനെ തകർക്കാൻ ഒരു അവസരം ലഭിച്ചത്. 2010-നും 20-നും ഇടയ്ക്ക് 5 ആണവ ശാസ്ത്രജ്ഞന്മാരാണ് അവർ കൊലപ്പെടുത്തിയത്. 2020 ഫക്രസാദി എന്ന് പറയുന്ന അവരുടെ ആണവ പദ്ധതിയുടെ തലവനെ കൊലപ്പെടുത്തിയത് സ്വയം പ്രവർത്തിക്കുന്ന യന്ത്രത്തോക്ക് ഉപയോഗിച്ചിട്ടാണ്. അങ്ങനെ മാരകമായിട്ട് ഇറാൻ്റെ ആണവ ശാസ്ത്രജ്ഞന്മാരെ കൊലപ്പെടുത്തുന്നതിൽ ഇസ്രായേൽ തുടർച്ചയായി വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ ആ മേഖലയിലെ തന്ത്രപരമായ ബന്ധങ്ങളും ശാക്തിക ബലാബലവും ഒന്നും ഫേവറബിൾ അല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഇസ്രായേൽ ഇറാൻ്റെ ബുഷ്ഹർ ഇറാൻ പ്ലാന്റ്, അതുപോലെ നദാൻസിലുള്ള പ്ലാന്റ് ഇതൊന്നും ആക്രമിക്കാതിരുന്നത്. ഇപ്പോൾ ഈ സാഹചര്യം അവർക്ക് ഒരു അറ്റാക്ക് നടത്താൻ പറ്റുന്ന ഒരു ശാക്തിക ബലാബലം അവിടെ രൂപപ്പെട്ടു. അപ്പോൾ ഇസ്രായേൽ സ്ട്രൈക്ക് ചെയ്തു. ഇത് പക്ഷേ കഴിഞ്ഞ 2 ദശാബ്ദമായിട്ടെങ്കിലും തുടർന്ന് വരുന്ന ഇസ്രായേലിൻ്റെ തുടർച്ചയായ ഇറാനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ആണവ ശാസ്ത്രജ്ഞന്മാരെ കൊലപ്പെടുത്തുന്നു, അവരുടെ സൈനിക മേധാവികളെ കൊലപ്പെടുത്തുന്നു, ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെ അറ്റാക്ക് ചെയ്യുന്നു. ഇത് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നൊരു പ്രക്രിയയാണ്. അതിൽ ഇന്നത്തെ ശാക്തിക ബലാബലത്തിൽ വന്ന മാറ്റം ഇസ്രായേലിന് അനുകൂലമായി വന്നപ്പോൾ അവർ വലിയ ആക്രമണം നടത്തി. ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ഇസ്രായേൽ ഒരു പ്രബല രാഷ്ട്രമായി മാറുന്നു. ആരുടെയും നിയന്ത്രണമില്ലാതെ ഇസ്രായേൽ മുന്നേറുന്നു എന്നൊരു തോന്നൽ ഉണ്ടാക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുമുണ്ട്. ഡോക്ടർ ഫസൽ ഗഫൂർ, ഇപ്പോൾ ഈ ഇറാന് നേരെ നടന്ന ആക്രമണങ്ങൾക്ക് ശേഷം ഗൾഫ് രാജ്യങ്ങൾ, അറബ് രാഷ്ട്രങ്ങളുടെ പ്രതികരണമൊക്കെ വരുന്നത് ഇറാന് പിന്തുണ നൽകിക്കൊണ്ടുള്ള പ്രതികരണമാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ സിറിയയിലടക്കം ലെബനിലടക്കം ഇപ്പോൾ അല്പം സമാധാനം വന്നൊരു സാഹചര്യമാണ്. പക്ഷേ ഇറാനെതിരെ ആക്രമണത്തിലേക്ക് കടക്കുമ്പോൾ ആ മേഖല ഒരു യുദ്ധമേഖലയായി മാറും എന്നുള്ള ആശങ്കയാണ് ഈ അറബ് രാഷ്ട്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. പരസ്പരം ചർച്ചകൾ നടത്തുന്നു, അത് പുരോഗമിക്കുന്നുമുണ്ട്. അമേരിക്കയാകട്ടെ നാളെ 6ാം വട്ട ചർച്ച ഒമാനിൽ വെച്ച് ഇറാനുമായി നടത്താനിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു ആക്രമണം നടക്കുന്നത്. ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രതികരണം താങ്കളും കേട്ടല്ലോ. ആ പ്രതികരണം സംഭവം അറിഞ്ഞിരുന്നു, ഇങ്ങനൊരു നീക്കം അറിഞ്ഞിരുന്നു, പക്ഷേ തങ്ങളുടെ പങ്കില്ല, അമേരിക്കയ്ക്ക് ഇതിൽ പങ്കില്ല എന്ന പ്രതികരണമാണ് നടത്തിയത്. യുദ്ധത്തിൽ ധാർമ്മികത എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം അവിടെ നിൽക്കുന്നു. അപ്പോഴും ഈ വാക്കിനൊക്കെ ഒരു വിലയുണ്ടാകില്ലേ? ഈ ചർച്ചകൾ നടത്തിയിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുക എന്നൊരു ചോദ്യമുണ്ടല്ലോ. ഞാനിപ്പോൾ 2 വശത്തിലോട്ടും വരാം. ആദ്യം രണ്ടാമത്തെ പോർഷൻ പറഞ്ഞതിനെക്കാട്ടും മുമ്പ് ഞാൻ പറയട്ടെ, ഇറാൻ എന്ത് ധാർമ്മികത ഉള്ള ഇക്കാര്യത്തിൽ? 3 വലിയ യുദ്ധങ്ങൾ അറബ് രാഷ്ട്രങ്ങൾ ഇസ്രായേലിനെതിരായിട്ട് നടത്തി. ഇറാൻ അതിൽ വല്ലതും ഇടപെട്ടോ? അന്നൊക്കെ ഇറാൻ എന്താ എടുത്തിരുന്ന സ്റ്റാൻഡ്? അത് അറബ് രാഷ്ട്രങ്ങളുടെ പ്രശ്നമാണെന്നുള്ള മട്ടിലാണ്. ഇറാൻ എപ്പോഴും ഞാനൊരു വാക്ക് ഉപയോഗിക്കട്ടെ, അതൊരു ആര്യൻ രാഷ്ട്രമാണ്. നമ്മൾ ഷിയ രാഷ്ട്രം എന്നൊന്നും പറയണ്ട. അതിൻ്റെ രസാപല്ലവിയുടെ പേര് തന്നെ ആര്യ മെഹർ എന്നാണ്, മനസ്സിലാക്കണം നമ്മൾ. അപ്പോൾ നമ്മളായിട്ട് അവർക്കൊരു ബന്ധമുണ്ട്. അപ്പോൾ അത് അവിടെ ഞാൻ തുടക്കി പറയാം, ഒരു യുദ്ധത്തിലും അവർ സഹകരിച്ചിട്ടില്ല, ഒരു യുദ്ധത്തിലും അവർ സഹായിച്ചിട്ടില്ല. ഇവരെ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അവർ അറബ് രാഷ്ട്രമായിട്ടാണല്ലോ യുദ്ധം ചെയ്തത്, 10 കൊല്ലം ഇറാഖായിട്ടുള്ള യുദ്ധം ചെയ്തത്. ഇപ്പോൾ അവർ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ, നമ്മുടെ ബീജ പറഞ്ഞ മാതിരി ഒരു ഷിയ അലയൻസ്. എന്ത് അലയൻസാണത്? അത് ഇറ്റ്സ് എൻ അലയൻസ് ഓഫ് ടെററിസം, അല്ലാതെ ഇറ്റ് ഇസ് നോട്ട് ആൻ അലയൻസ് ഓഫ് ബിറ്റ്വീൻ കൺട്രീസ്. മനസ്സിലായില്ലേ? ഷിയായിട്ട് മിലിഷ്യയെ ഉപയോഗിച്ചുകൊണ്ട് ഇറാഖിൽ, മനസ്സിലായില്ലേ, ഷിയായിട്ട് മിലിഷ്യയെ ഉപയോഗിച്ചുകൊണ്ട് ലബനൻ, ഇവിടെയൊക്കെ ഷിയ ഒരു ചെറിയ പോപ്പുലേഷൻ ഉണ്ട്. അതേമാതിരി തന്നെ ഹൂത്തികളെ ഉപയോഗിച്ചുകൊണ്ട്, അതല്ല ഷിയ, അത് അവർ തമ്മിലുള്ള വംശീയമായിട്ടുള്ള ഏറ്റുമുട്ടലാണ്.
അപ്പോൾ ഇപ്പോൾ എന്താ പറ്റിയിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അബ്രഹാമിക് അക്കോർഡ് എന്നുള്ള നിലക്ക് സുന്നി രാഷ്ട്രങ്ങളെ ഏകപക്ഷീയമാണ് ഇന്ന്. രണ്ടാമത്തെ വലിയ ബ്ലണ്ടർ ഇറാൻ പറയുന്നത് ഞങ്ങൾ അവർക്ക് തക്കതായ മറുപടി കൊടുക്കുന്നു. അതിനുള്ള ശേഷിയൊന്നും ഇറാനില്ലാന്നേ. ഇറാൻ്റെ നിങ്ങൾ നോക്കൂ, ഇറാൻ്റെ എല്ലാം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പാകിസ്ഥാൻ ഇന്ത്യക്കെതിരായിട്ട് യുദ്ധത്തിന് പുറപ്പെട്ട് ഇത്തവണ യുദ്ധമുണ്ടായി. അപ്പോൾ അവർ ചൈനയായിട്ട് വലിയ തോതിലുള്ള ഇതുണ്ടാക്കുകയും മറ്റേ അലയൻസ് ഉണ്ടാക്കുകയും അവരുടെ വിമാനങ്ങളെ JF എന്ന പേരിൽ വിമാനങ്ങളും J-10 ഒക്കെ ഉണ്ടാക്കിയിട്ട് യുദ്ധത്തിന് വന്ന് ഇവരുടെ വ്യോമസേന എന്ന് തന്നെ പറഞ്ഞാൽ തന്നെ 40 കൊല്ലങ്ങൾക്ക് പഴയമുള്ളൊരു വ്യോമസേനയാണ്. ഇപ്പം ഇവർ പറഞ്ഞത് ഞങ്ങൾ ഡ്രോണുകൾ വിടുന്നു. അയൺ ഡ്രോമിനെതിരായിട്ട് മിസൈലുകൾ പോയിട്ട് തന്നെ ബുദ്ധിമുട്ടിയിട്ടാണ് അകത്ത് പോയത്. അപ്പം ഇനി ഡ്രോൺ ആക്രമണം നടത്തി കഴിഞ്ഞു എന്നാണ് അവകാശപ്പെടുന്നത് ഇറാൻ. ആണ്. എന്നിട്ട് ഇപ്പോൾ ഡ്രോൺ അവിടെ പോയിട്ടൊന്നും സംഭവിക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ ഒരു അഭിപ്രായമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഓൾറെഡി വലിയ ബാലിസ്റ്റിക് മിസൈലുകൾക്കെതിരായിട്ടാണ് ഡ്രോൺ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ അയൺ ഡോം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ അനാവശ്യമായിട്ട് ഇപ്പോൾ ഈ കാര്യത്തിൽ ഇടപെട്ടാണല്ലോ. അവരിപ്പോൾ അനാവശ്യമായിട്ട് നേരിട്ട് ഇടപെടാതെ ഇൻഡയറക്റ്റ്ലി പോയിട്ട് ഇടപെടുകയും ഇവരെ പ്രകോപിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എനിക്ക് മറ്റേ ശ്രുതി പറഞ്ഞ ചോദ്യത്തോട് അമേരിക്ക ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? ലോകത്ത് മുഴുവൻ കാപഢ്യമാണ്, ഡബിൾ സ്പീക്ക്. നമ്മൾ പറയാം ഓർവേലിയൻ ഡബിൾ സ്പീക്കാണ്. ഞങ്ങളിതൊന്നും അറിഞ്ഞില്ലേ? ഉദാഹരണം, ഇന്ത്യ ഉടമ്പടി, പാകിസ്ഥാനായിട്ടുള്ള യുദ്ധം ഇത് നിർത്തുന്നതിൽ ഇടപെട്ടിട്ട് പറയുന്നത് ഞങ്ങളത് മാർക്ക് റൂബിയോ പറഞ്ഞെന്താ ഞങ്ങളിതൊന്നും അറിഞ്ഞില്ലേ? പക്ഷേ തിരിച്ച് പിന്നീട് പറയണം എന്താ, ഇന്ത്യ ഗവൺമെൻറ് അതിന് മര്യാദക്ക് ഉത്തരം കൊടുക്കാനും പറ്റുന്നില്ല. അത് ഞങ്ങൾ ഇടപെട്ടിട്ട് തന്നെയാണ് ട്രേഡ് എംബാർഗോ കൊണ്ടുവരുമെന്നുള്ളതൊക്കെ രണ്ടുപേരെയും പേടിപ്പിച്ച് ഇടപെട്ടാണ്. യുക്രൈനിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നാറ്റോയിലൂടെയാണ് അവർ യുദ്ധം നടത്തുന്നത്. പാകിസ്ഥാനായിട്ട് അവർ പറയുകയാണെങ്കിൽ ആദ്യകാലത്ത് മുഴുവനും പാകിസ്ഥാനെ ഇന്ത്യക്കെതിരായിട്ട് യുദ്ധവിമാനങ്ങളും പോർവിമാനങ്ങളൊക്കെ അവരാണ് കൊടുത്തിരുന്നത്. ഇപ്പോൾ അവരൊരു മാറിയിട്ട് വേറെ കളിയിലോട്ട് നീങ്ങുകയാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ലോക പോലീസ്മാൻ എന്നുള്ള സംഭവം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ട് നമ്മളെല്ലാവരും എതിർത്തുകൊണ്ടിരിക്കുന്ന സാമ്രാജ്യത്വത്തിൻ്റെ മനസ്സിലായില്ലേ ഏറ്റവും പണ്ട് കാലത്ത് ശീത സമരത്തിൻ്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കോൾഡ് വാറിൻ്റെ സമര കാലഘട്ടത്തിൽ മനസ്സിലായില്ലേ എല്ലാവരും ക്ലിയർ ആയിരുന്നു. ഇറ്റ് ഈസ് എ ഐഡിയോളജിക്കൽ വാർഫെയർ അന്നുണ്ടായിരുന്നു ബിറ്റ്വീൻ USSRൻ്റെ കമ്മ്യൂണിസം വേഴ്സസ് USA ക്യാപിറ്റലിസം. അത് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? അവിടെ പോയിട്ട് ഇടപെടും, ഇവിടെ പോയിട്ട് ഇടപെടും, ഇവിടെ പോയിട്ട് ക്വാഡ് അലയൻസ് ഉണ്ടാക്കുക, വേറെ സ്ഥലത്ത് നാറ്റോനെ കൊണ്ടുവരിക, മൂന്നാമതൊരു സ്ഥലത്ത് ഷിയ അലയൻസ് ഉണ്ടാക്കുക, അതിനെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാതിരിക്കുക. ഈ ഇറാനൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നല്ലോ അമേരിക്ക ആദ്യ കാലഘട്ടത്തിൽ. എന്നിട്ട് അമേരിക്ക തന്നെയല്ലേ ന്യൂക്ലിയർ ഇതിനു വേണ്ടി പോയത്. ഇപ്പം എന്താ പറയണമെന്നറിയോ? രസകരമായിട്ടാണ്. ഞങ്ങളുടെ അടുത്ത് ആയുധങ്ങളൊക്കെ ഉണ്ട്. ആ ആയുധങ്ങൾ മാരകമായിട്ടുള്ള ആയുധങ്ങൾ, ഇപ്പോൾ പറഞ്ഞാണ് ട്രംപ്, മാരകമായിട്ടുള്ള ആയുധങ്ങളൊക്കെ ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് ഇസ്രായേലിന്. ഇനി ഇസ്രായേൽ എന്തെങ്കിലും ചെയ്താൽ ഞങ്ങൾ ഉത്തരവാദികളല്ല. എന്ത് വർത്തമാനമാണത്? ഇതൊരു പ്രസിഡൻറ്റിന് ചേർന്ന വർത്തമാണ്. ഇസ്രായേൽ നിങ്ങളെ പപ്പടമാക്കി കളയും, ചിലപ്പോൾ നിങ്ങളെ മൊത്തം കൊന്നുകളയും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കൂടെ പറയണത്, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ന്യൂക്ലിയർ ആയിട്ടുള്ള മനസ്സിലായില്ലേ ആണവ കരാറിൽ ഒപ്പിട്ടോളൂ. പക്ഷെ ഞങ്ങളതിലില്ല, ഞങ്ങളതിൽ ഇടപെട്ടിട്ടില്ല. ഇത് എവിടുത്തെ വർത്തമാനമാണ്? യഥാർത്ഥത്തിൽ ഇസ്രയേൽ ഈ ഘട്ടത്തിൽ അമേരിക്കയ്ക്ക് കൂടിയാണോ മറുപടി നൽകിയത് എന്ന് കൂടി സംശയിക്കണ്ടേ? കാരണം ഈ ചർച്ച ഇസ്രയേൽ ആഗ്രഹിച്ചിരുന്നില്ല, ഇറാനുമായുള്ള ചർച്ച ആഗ്രഹിച്ചിരുന്നില്ല. ആ ചർച്ച ഇപ്പോൾ 6ാം വട്ടത്തിലേക്ക് കടക്കുന്നതിന് മുൻപാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു തരത്തിലത് അമേരിക്കയോടുകൂടി ആവശ്യമില്ലാത്തതിൽ ഇടപെടേണ്ട എന്നൊരു മറുപടിയായിട്ട് അതിനെ കാണേണ്ടതുണ്ടോ? ഒരിക്കലുമില്ല. ഞാൻ പറയട്ടെ, ഒരു ചുക്കും ഇസ്രായേലിന് ചെയ്യാൻ പറ്റൂല. ഇസ്രായേലിൻ്റെ F-15, F-16, F-35 സകല വിമാനങ്ങളും അമേരിക്കയിൽ നിന്ന് കൊടുത്തിട്ടുള്ളതാണ്. എന്തിനു പറഞ്ഞാൽ 1960 യോം കിപ്പൂർ യുദ്ധത്തിൽ അമേരിക്കൻ പൈലറ്റുകളാണ്, അതിനൊക്കെ തെളിവുകളുണ്ട്, അമേരിക്കൻ പൈലറ്റുകളെയാണ് അവരയച്ചു കൊടുത്തിരുന്നത്. 1948 അമേരിക്കൻ പൈലറ്റുകളും പ്ലെയിനുകളും അയച്ചു കൊടുത്തു. അല്ലാതെ ഇസ്രായേലിൽ നിന്ന് അവിടുന്ന് വിമാനങ്ങൾ ഉണ്ടാവുന്നു. പെട്ടെന്ന് ഒരു പുതിയൊരു രാഷ്ട്രം സൃഷ്ടിക്കുന്നു, അതിന് വിമാനങ്ങൾ ഉണ്ടാവുമോ? യുദ്ധവിമാനങ്ങളുണ്ടാവും 48-ൽ, അതിന് ടാങ്ക് ഉണ്ടാവും 48-ൽ. അതെല്ലാം ഇവർ സപ്ലൈ ചെയ്ത് തന്നെയല്ലേ. യുക്രൈൻ എങ്ങനെ ഇത്ര കാര്യമായിട്ട് പിടിച്ചു വെക്കുന്നത്? അത് നാറ്റോ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ലോകത്ത് മുഴുവൻ നടത്തുന്ന അമേരിക്ക പ്രോക്സി വാറുകൾ നടത്തുകയാണ്. അത് എന്തിനാണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. സാമ്രാജ്യത്വം നമുക്ക് മനസ്സിലാക്കാം, വേഴ്സസ് ക്യാപിറ്റലിസം. സാമ്രാജ്യത്വ രാജ്യങ്ങളിൽ പോയിടുന്നു, ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ പോയി ഇടപെടുന്നു, USSRൻ്റെ ഭാഗമായിട്ട് വന്ന രാഷ്ട്രങ്ങളിൽ പോയി ഇടപെടുന്നു. ഇത് ഞാൻ പറയട്ടെ, ഇത് വളരെ ആപൽക്കരമായിട്ടുള്ള രീതിയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവരിപ്പോൾ ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് ബോംബ് ഇട്ടെന്ന് വിചാരിച്ചോ, അതിൽ റേഡിയേഷൻ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കൊക്കെ എവിടെയൊക്കെ പറ്റുമെന്ന് ആർക്കറിയാം? നമുക്ക് അറിഞ്ഞൂടല്ലോ. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇറാനെ ഒരുപാട് വിമർശിച്ച് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ.
ഈ പല രാഷ്ട്രങ്ങളും, കൊറിയ അടക്കമുള്ള പല രാഷ്ട്രങ്ങളും അണുവായുധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇസ്രായേൽ അണുവായുധം ഉണ്ടാക്കിയല്ലോ. അപ്പോൾ ഇറാൻ എന്തുകൊണ്ടാണ് അണുവായുധം ഉണ്ടാക്കിക്കൂടാ? അതെന്താ അങ്ങനെ ഒരു സംസ്കാരം വരുന്നത്? അതായത് ചിലർക്ക് മാത്രം അണുവായുധങ്ങൾ ഉണ്ടാക്കുക, അതാണ് മേഖലയിലെ മേധാവിത്വം. അത് നിലനിർത്താൻ വേണ്ടിയും ഇറാൻ ആണവ സമ്പുഷ്ടീകരണം പൂർത്തിയാക്കുമോ എന്നുള്ള ആശങ്കയും അത് ആണവ ബോംബിലേക്ക് നയിക്കും എന്നുള്ള ആശങ്കയാണ്. അതാണ് കാര്യം. ആയിക്കോട്ടെ. അതെ, ഡോക്ടർ മോഹൻ വർഗീസ്, ബോംബ് ഉണ്ടാക്കാമല്ലോ, ബോംബ് ഒരുത്തിന് മാത്രം ഉണ്ടാക്കി വെക്കാൻ പാടില്ലല്ലോ. അങ്ങനെയാണല്ലോ പക്ഷേ ഇവർ പറയുന്നത്, അമേരിക്കയിലും അങ്ങനെയാണല്ലോ പറയുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇപ്പോൾ ഈ മേഖലയിലെ ഇപ്പോഴത്തെ ഏറ്റുമുട്ടൽ അതൊരു വലിയ യുദ്ധത്തിലേക്കും നീളുന്ന സംഘർഷത്തിലേക്കും നീങ്ങുമോ എന്നുള്ളതാണ് ആശങ്ക. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ അറബ് രാഷ്ട്രങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ. പരസ്പരം ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ രാജ്യങ്ങൾ, ഈജിപ്റ്റായാലും ഖത്തറായാലും ഒക്കെ പരസ്പരം ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ പ്രതികരണങ്ങൾ പുറത്തേക്ക് വരുന്നതിലെല്ലാം തന്നെ ഇസ്രയേലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ്. മേഖലയെ ഒരു യുദ്ധമേഖലയാക്കി മാറ്റരുത്, ഇറാനോട് ചെയ്ത് ശരിയല്ല, ഒരു വശത്ത് ചർച്ച നടക്കുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനൊരു ആക്രമണം എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. യഥാർത്ഥത്തിൽ ഈ പറയുന്നത് പോലെയാണോ ഈ രാജ്യങ്ങളുടെയൊക്കെ സമീപനം? ശ്രീ വിൻസെന്റ് ആയാലും ഡോക്ടർ ഫസൽ ഗഫൂർ ആയാലും പറഞ്ഞതിൽ നിന്നും അതിലൊരു സംശയമുണ്ട്. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ഡോക്ടർ വിൻസെൻറ്റും ഡോക്ടർ ഫസൽ ഗഫൂറും പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ഒരു ഇതിവൃത്തം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക തന്നെയാണ്. അമേരിക്കയുടെ താല്പര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് വെസ്റ്റ് ഏഷ്യയിലെ, പശ്ചിമേഷ്യയിലെ ഭൗമരാഷ്ട്രീയത്തെ നമുക്ക് വിശകലനം ചെയ്യാനാവില്ല എന്നത് നിശ്ചയമായി പറയാം. പക്ഷെ ഒരു കാര്യം കൂടെ അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അമേരിക്ക മുൻകാലങ്ങളിൽ അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്ന ഒരു താല്പര്യം അത് ഇപ്പോഴും നിലനിൽക്കുന്നു. പക്ഷേ ട്രംപിൻ്റെ കീഴിലെ അമേരിക്കയ്ക്ക് കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു സ്വഭാവം വന്നിരിക്കുന്നു. എല്ലാ വിഷയങ്ങളും ഡീലിലൂടെ, കരാറിലൂടെ അങ്ങ് നടത്തിക്കളയാം. അത് ട്രംപ് മുൻകാലത്ത് വന്നപ്പോഴും അബ്രഹാമിക കരാറിന് നിർദ്ധായത്വം വഹിച്ചത് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് കഴിഞ്ഞ ഊഴത്തിൽ. ഇപ്പോൾ ഇതാ ഇറാനുമായി ഏകപക്ഷീയമായി ഇസ്രയേലിനെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ചിലരൊക്കെ പറയുന്നു ഇസ്രയേലിൻ്റെ ഒരു മൗനസമ്മതമുണ്ട്, അല്ലെങ്കിൽ അറിവുണ്ട്, ഇതൊക്കെ പറയുന്നു. പക്ഷേ എങ്കിലും ഇസ്രയേലിന് അതിനകത്ത് പരിഭവമുണ്ട് എന്ന കാര്യത്തിൽ നിസ്സംശയം അത് പറയുകയും ചെയ്യാം. ഇസ്രയേലിനെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ഇറാനുമായി ആണവ കരാറിലേക്ക് നീങ്ങാൻ അമേരിക്ക തയ്യാറാകുമ്പോൾ സ്വാഭാവികമായി അതിനൊരു തിരിച്ചടി അതിനുള്ളിൽ ഉണ്ടാവണം. ഇവിടെ ഇതിനകത്തൊരു രീതിശാസ്ത്രമുണ്ട്. സ്മൃതി, ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പോക്ക്, ഇങ്ങനെ ഒരു ഡീലിൻ്റെ കൾച്ചർ ആത്യന്തികമായി ഇസ്രയേലിനെ ദുർബലപ്പെടുത്തും. ഇസ്രയേൽ നന്നായി അറിയാം ഇറാൻ ആത്യന്തികമായി ആണവ സമ്പുഷ്ടീകരണത്തിൽ നിന്നും പിന്മാറില്ല എന്ന വ്യക്തമായി അറിയാം. ഇറാൻ പല ആവർത്തി സൂചിപ്പിക്കുകയും ചെയ്തു ഇറാൻ്റെ ദേശീയ താല്പര്യമാണ് ആണവ സമ്പുഷ്ടീകരണം. പക്ഷേ ഇറാൻ്റെ ദേശീയ താല്പര്യമല്ല ആണവായുധ നിർമ്മാണം. ഇതിനെ രണ്ടിനെയും ബൈഫർക്കേറ്റ് ചെയ്യുന്ന ഒരു നിലപാടാണ് ഇറാൻ സ്വീകരിച്ചത്. ഇത് ഇരട്ടത്താപ്പാണ് എന്ന് അമേരിക്കയ്ക്ക് പറയാം, ഇസ്രായേലിന് പറയാം. അങ്ങനെയെങ്കിൽ ഏറ്റവും അധികം വൾണറബിൾ ആകാൻ പോകുന്നത്, ദുർബലമാകാൻ പോകുന്നത് ഇസ്രായേൽ തന്നെയാണ്. കാരണം ഇസ്രായേൽ ചെറിയൊരു രാജ്യമാണ്. 1 കോടിയിൽ താഴെ മാത്രം ജനസംഖ്യയുള്ള ചെറിയൊരു ഭൂവിഭാഗമുള്ള, കേരളത്തെക്കാൾ ചെറിയ വലിപ്പമുള്ള ഒരു രാജ്യമെന്ന നിലയിൽ ഇറാൻ ഒരു ആണവ ത്രഷോൾഡ് പവറിൽ നിന്നും ശരിയായ ആണവ ശക്തി എന്ന നിലയിലേക്ക് ഒരു രൂപമാറ്റം സംഭവിച്ചാൽ യഥാർത്ഥത്തിൽ ഇസ്രയേലിൻ്റെ നിലനിൽപ്പ് പോലും, അതായത് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വാക്കുകൾ കടമെടുത്താൽ തലമുറകളുടെ നിലനിൽപ്പ് പോലും അപകടത്തിലാകും എന്ന ഒരു സെക്യൂരിറ്റി പാരഡൈം. അങ്ങനെയെങ്കിൽ ചെയ്യാവുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അമേരിക്ക എന്തു പറഞ്ഞാലും ശരി ആത്യന്തികമായി കൂടെ നിൽക്കും. അതുകൊണ്ട് ഇപ്പോൾ ആഞ്ഞടിക്കുക. ആ രീതിയിലാണ് ഒരു പ്രീ എംപ്റ്റീവ് സ്ട്രൈക്ക് എന്ന നിലയിലാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചിരിക്കുന്നത്. ഇതൊരു ലാർജർ സ്കെയിൽ യുദ്ധമായി പരിണമിച്ചാൽ അമേരിക്കയ്ക്ക് മറ്റൊന്നും ചെയ്യാനാവില്ല, ഇസ്രായേലിൻ്റെ സഹായത്തിന് എത്തേണ്ടി വരും എന്നറിയാം. പക്ഷേ ഇത് വ്യത്യസ്തമായി ഒരു കാര്യം കൂടെ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം. അതായത് ഇവിടെ ഈ അബ്രഹാമിക കരാറുകളെക്കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു. അബ്രഹാമിക കരാറുകളിൽ സൗദി അറേബ്യയുമായിട്ടുൾപ്പെടെ ഇസ്രായേലും സൗദിയും ഉൾപ്പെടെ അബ്രഹാമിക കരാറുകളിലേക്ക് എത്തുന്ന ഒരു ഘട്ടം വന്നപ്പോഴാണ് അതിനെ അട്ടിമറിക്കാനായി ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് ഇസ്രായേലിനെതിരെ ആക്രമണം ഉണ്ടായത് എന്നോർക്കണം. അത് ഒരു വശം. മറുവശം ഇപ്പോഴിതാ ഇറാനും അമേരിക്കയും തമ്മിൽ ഇപ്പോൾ 6ാം റൗണ്ട് നാളെ ചർച്ച വരുന്നു. 6ാം റൗണ്ട് കൊണ്ട് കൺക്ലൂഷൻ ഉണ്ടാകുമെന്ന് കരുതാനാവില്ല. എങ്കിലും എങ്ങനെയും ആ ചർച്ച അട്ടിമറിക്കേണ്ടതുണ്ട്. ഇനി ചർച്ച ഉണ്ടാവില്ല. കാരണം
ഇറാനും അമേരിക്കയും ദേ ആർ ഓൺ ദ സെയിം, അല്ല ഇസ്രായേലും അമേരിക്കയും ദേ ആർ ഓൺ ദ സെയിം പേജ് എന്ന് ഇറാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു. കാരണം അമേരിക്കയുടെ അറിവോടുകൂടിയാണ് ഇത് നടന്നിരിക്കുന്നത്. ഒരു പക്ഷേ സമ്മതമുണ്ടോ ഇല്ലയോ എന്നത് ഡിബേറ്റബിൾ പോയിന്റ് ആണ്. അമേരിക്ക അറിയാതെ ഇസ്രായേൽ ഒരു കാര്യം നീങ്ങില്ല എന്ന രീതിയിൽ തന്നെ ഇറാൻ പ്രതികരിച്ചപ്പോൾ അതിനർത്ഥം എന്താണ്? ഇറാൻ അമേരിക്കയും ഇസ്രായേലും ബ്രാക്കറ്റ് ചെയ്ത് തന്നെ കാണുന്നു. അതുകൊണ്ട് ഇനി വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ റിറ്റാലിയേഷൻ ആണ്. ആദ്യ ഒരു സാമ്പിൾ റിറ്റാലിയേഷൻ 100 ഡ്രോണുകൾ, ഇപ്പോൾ ഷാഹീദ് ഡ്രോണുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള അറ്റാക്കാണ്. ഒരു 100 ഡ്രോണുകൾ. ഇത് കാര്യമായ പോറൽ ഇസ്രായേൽ ഏൽപ്പിക്കാൻ സാധ്യത വളരെ കുറവാണ്. അങ്ങനെയുള്ള സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകൾ ഒന്നും തന്നെയില്ല. കാരണം അയൺ ഡോം ഇതൊക്കെ സജ്ജീകരിച്ചതിന് ശേഷമേ ഇസ്രായേൽ ഒരു പ്രിയംറ്റീവ് ആക്ഷൻ നടത്തുന്നു എങ്കിൽ തങ്ങളുടെ സ്വന്തം സുരക്ഷ പൂർണ്ണമായി നോക്കിയതിനു ശേഷം മാത്രമേ നടത്തൂ. പക്ഷേ ഇവിടുത്തെ ആക്രമണത്തിന്, ഇപ്രാവശ്യത്തെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എക്സ്ട്രീം പ്രിസിഷൻ അറ്റാക്കാണ് നടന്നിരിക്കുന്നത്. 3 തലങ്ങളിൽ അറ്റാക്ക് നടന്നിരിക്കുന്നു. ഒന്ന്, സിവിലിയൻ കേന്ദ്രങ്ങളിൽ താമസിക്കുന്ന ഇസ്രായേലിൻ്റെ ആണവ ശാസ്ത്രജ്ഞന്മാരുടെ ഒരുപക്ഷെ വസതികൾ, പാർപ്പിട സമുച്ചയങ്ങൾ, വലിയ ഫ്ലാറ്റുകളുടെ ചിത്രങ്ങളൊക്കെയാണ് കാണുന്നത്. അവിടേക്ക് പ്രിസിഷൻ ബോംബിംഗ് നടത്തുകയാണ് ഒന്ന്. അപ്പോൾ അതിൽ തന്നെ വലിയൊരു 3-4 പ്രധാനപ്പെട്ട നേതാക്കൾ, അതിലൊന്ന് മുഹമ്മദ് ബഗേരിയാണ്. അതുപോലെ IRGCയുടെ റവല്യൂഷണറി ഗാർഡ് കോപ്സിൻ്റെ ഇപ്പോഴത്തെ മേധാവി ഹുസൈൻ സലാമി വധിക്കപ്പെട്ടിരിക്കുന്നു. എന്തിന്? ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനിയുടെ മുഖ്യ ഉപദേഷ്ടാവ് വധിക്കപ്പെട്ടിരിക്കുന്നു. സെലക്ട് ചെയ്ത് തന്നെ മുൻകാലങ്ങളിൽ ചെയ്തതുപോലെ തന്നെ സെലക്ട് ചെയ്ത് ആക്രമണം നടത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ അമേരിക്ക അരുത് 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 എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടും ആണവ കേന്ദ്രങ്ങൾ തകർത്തിരിക്കുന്നു. നഥാൻസ് ന്യൂക്ലിയർ ഫെസിലിറ്റി, അത് ഇറാന്റെ ഏറ്റവും ഡ്രീം പ്രോജക്റ്റാണ്. നഥാൻസ് ന്യൂക്ലിയർ ഫെസിലിറ്റി അണ്ടർഗ്രൗണ്ട് ബങ്കേഴ്സിൽ ഉള്ള വലിയ രീതിയിലുള്ള ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളാണ്. അതിൽ നിന്നും റേഡിയേഷൻ ഉള്ളതായി റിപ്പോർട്ടുകൾ വരുന്നു. അപ്പോൾ അതിനർത്ഥം ദാറ്റ് ഈസ് എ ഡീപ്ലി ഹിറ്റ്. അങ്ങനെയെങ്കിൽ ഇറാൻ ഒരുപക്ഷെ 5-6 വർഷത്തേക്ക് ആണവ സമ്പുഷ്ടീകരണത്തിൻ്റെ ഒരു ത്രഷോൾഡിൽ നിന്നും പിന്നോട്ട് പോകേണ്ട ഒരവസ്ഥ വരും. ഒരുപക്ഷെ അതായിരിക്കാം ഇസ്രായേൽ ഉദ്ദേശിച്ചതും അത് തന്നെ ആയിരിക്കണം. ഇമ്മീഡിയറ്റ്ലി ചർച്ചകൾ നിന്ന് പോയാലും ഇല്ലെങ്കിലും ശരി, ആണവ സമ്പുഷ്ടീകരണം നടക്കാത്ത രീതിയിൽ, വെപ്പൺ ഗ്രേഡിലേക്ക് നീങ്ങാത്ത രീതിയിൽ ഇറാനെ തൽക്കാലത്തേക്ക് നള്ളിഫൈ ചെയ്തു. പക്ഷേ പരമ്പരാഗത ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, മിസൈലുകളും റോക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാന്റെ ഭാഗത്തു നിന്ന് കനത്ത ആക്രമണം ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ ഒരു റീഗ്രൂപ്പിംഗ് ഇറാൻ ഒരുപക്ഷെ സ്വപ്നത്തിൽ വിചാരിക്കുന്നുണ്ടാകാം. ചൈനയും റഷ്യയും ഇറാന്റെ സഹായത്തിന് എത്തുകയും ഇസ്രായേലിന് അമേരിക്ക സഹായം നൽകിയാൽ ചൈനയും റഷ്യയും ഇറാന്റെ സഹായത്തിനെത്തും എന്നത് ഒരുപക്ഷെ വ്യാമോഹമായിരിക്കാനാണ് സാധ്യത. അങ്ങനെ വന്നാൽ അത് ലോകമഹായുദ്ധം 3.0, വേൾഡ് വാർ 3.0 എന്ന നിലയിലേക്ക് അത് എസ്കലേറ്റ് ചെയ്യും. ആ ഒരു സാഹചര്യം ഒരിക്കലും അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തോന്നുന്നില്ല. ഡൊണാൾഡ് ട്രംപിന്റെ പോളിസി അങ്ങനെയല്ല. ആ ഒരു രീതിയിലുള്ള എസ്കലേഷൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഒരു ഇൻസ്റ്റബിലിറ്റി സൃഷ്ടിക്കുക. അവിടുന്ന് സുന്നി ലോകത്തിൽ, നേരത്തെ ശ്രീ PJ വിൻസെന്റ് പറഞ്ഞതുപോലെ, സുന്നി ലോകത്തിൻ്റെ ഒരു കൺസോളിഡേഷൻ, അവിടെ വേറിട്ട് നിൽക്കുന്ന ശക്തി ഇവിടെ ടർക്കി തന്നെയാണ്. തുർക്കിയുടെ എർദോഗാൻ 2 വള്ളത്തിലും കാലു ചവിട്ടുന്ന ആളാണ്. അദ്ദേഹം റഷ്യയോടൊപ്പം ചേർന്ന് നിൽക്കും. ഒരുപക്ഷെ ചൈനയ്ക്ക് അനുകൂലമായി സംസാരിച്ചെന്നിരിക്കും. അമേരിക്കയുടെ സൈനിക സഖ്യമായ നെയ്റ്റോയിൽ അംഗത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ. അപ്പോൾ ആ രീതിയിൽ എർദോഗാൻ എന്ത് പറയുന്നു എന്ന് വിശ്വസിക്കാനാവില്ല. അറബ് രാജ്യങ്ങൾ, ഇപ്പോൾ സുന്നി അറബ് രാജ്യങ്ങൾ പൊതുവെ എടുത്തിരിക്കുന്ന നിലപാട് ഇസ്രായേലിന്റെ ആക്രമണത്തെ അപലപിക്കുന്നു. എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് അവർ അപലപിക്കുന്നത് എന്ന് അറിയില്ല. കാരണം ഇറാൻ അവർക്ക് ഇസ്രായേൽ ശത്രുവാണ് എന്ന് പറയുന്നത് പോലെ അതിനേക്കാൾ ഒട്ടും കുറവല്ല സുന്നി അറബ് ലോകത്തിന്, പ്രത്യേകിച്ച് സൗദി അറേബ്യയ്ക്ക് ഇറാനോടുള്ള വിയോജിപ്പ്. അതുകൊണ്ട് ഇറാൻ ദുർബലമാകേണ്ടതും ബലഹീനമാകേണ്ടതും, ഇറാൻ ഒരു മുസ്ലിം ലോകത്തിൻ്റെ ഫ്ലാഗ്ഷിപ്പായി മാറാതിരിക്കേണ്ടതും സൗദി ഉൾപ്പെടെയുള്ള സുന്നി ലോകത്തിൻ്റെ ആവശ്യമായതുകൊണ്ട് ഇങ്ങനൊരു എസ്കലേഷൻ കൈവിട്ടു പോകാത്തിടത്തോളം കാലം അറബ് ലോകം ഊറിച്ചിരിക്കുന്നുണ്ടാവാം. അതുകൊണ്ട് തീർച്ചയായും ഇതിനകത്ത് സങ്കീർണമായ ഒരു അന്തരീക്ഷത്തിലേക്കാണ് സ്മൃതി. ഈ സങ്കീർണമായ അന്തരീക്ഷം ഇറാനെ മാത്രമല്ല ബാധിക്കുന്നത്, ഗൾഫ് മേഖലയെ മാത്രമല്ല ബാധിക്കുന്നത് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ. ഇപ്പോൾ വ്യോമപാത അടച്ചിരിക്കുന്നത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ ബാധിക്കുന്നു. മാത്രമല്ല എണ്ണ വില കുതിച്ചുയരുകയാണ്. ഇത് എത്ര നാൾ ഈ ആശങ്ക തുടരും? ശ്രീ നിർമ്മൽ ഇബ്രാഹിം, ഞാൻ ചോദിച്ചത് ഇതാണ്. ഇപ്പോൾ എണ്ണ വില കുത്തനെ ഉയരുകയാണ്, വ്യോമപാത താൽക്കാലികമായിട്ടെങ്കിലും അടച്ചിരിക്കുന്ന സാഹചര്യം. ഇതൊക്കെ എങ്ങനെയാണ് ബാധിക്കുക? എത്ര നാൾ നീണ്ടു നിൽക്കും എന്നുള്ളത് ആ ആശങ്ക ആ മേഖലയെ മാത്രമല്ലല്ലോ, പശ്ചിമേഷ്യ മാത്രമല്ലല്ലോ, നമ്മളെയും ബാധിക്കുന്ന വിഷയമാണ്. തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് ഇറാന്റെ ബോർഡറിലൂടെയാണ് ഒരുപാട് വെസൽസ്, പ്രത്യേകിച്ച് ഓയിൽ കാരിയേഴ്സ് ഒക്കെ പോകുന്ന ആ ഒരു സൈഡിൽ കൂടെയാണ്, സ്ട്രേറ്റ് ഓഫ് ഹോർമുസിലൂടെയാണ്. നാച്ചുറലി ഓയിൽ പ്രൈസസ് കൂടാൻ സാധ്യതയുണ്ട്. അതിന്റെ കോൺസിക്വൻസ് നമുക്കറിയാം.
ഈ കഴിഞ്ഞ 3 വർഷം പല വാറുകൾ സംഭവിച്ചപ്പോൾ ഓയിൽ പ്രൈസസ് കൂടുന്നതനുസരിച്ച് ഫുഡ് പ്രൈസസ് കൂടും, ഇൻഫ്ലേഷൻ കൂടും. അത് ഒരു വശത്ത്. മറുവശത്ത് ട്രേഡിനെ ബാധിക്കും. കാരണം ട്രേഡിൽ പലതരത്തിലുള്ള ഇപ്പൊ താമസങ്ങൾ ഉണ്ടാകും, ഡിലേ ഉണ്ടാകും ട്രേഡിൽ. അതേപോലെ റീറൂട്ട് ചെയ്ത് വിടാം റൂട്ട്. കാരണം ഈ റൂട്ടിൽ കൂടെ പോകുന്ന വേറെ റീറൂട്ട് ചെയ്യുമ്പോഴാണ് ഡിലേ ഉണ്ടാകുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ഇൻഷുറൻസ് കമ്പനികൾ എന്ത് ചെയ്യും? അവരവരുടെ ഇൻഷുറൻസ് പ്രീമിയംസ് ഹൈക്ക് ചെയ്യും. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ചെയ്യാം. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നത് ഇത്രയൊക്കെ ഉണ്ടായാലും ഒരു ലോങ് ടേമിൽ ഇത് നിലനിൽക്കും തോന്നുന്നില്ല. ഒന്ന്, ഇപ്പോഴത്തെ ഇറാന്റെ പൊസിഷൻ. രണ്ട്, ഇതിനകത്തുള്ള ആംബിഗ്വിറ്റി ഉണ്ട്. കാരണം തിരിച്ചൊരിക്കലും ഇറാൻ തിരിച്ചടിക്കാനല്ല, ഇത് അമേരിക്കയുടെ ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഒരുപക്ഷെ മറ്റുള്ള പാനലിസ്റ്റുകൾ പറഞ്ഞത് മുഴുവൻ എനിക്ക് കേൾക്കാൻ സാധിച്ചില്ല, 5 മിനിറ്റ് ലേറ്റ് ആയതുകൊണ്ട്. എൻ്റെ ഒരു കോൺസെപ്റ്റ് ഞാൻ പറയാം. കാരണം ഒബാമയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ യുറാനിയം എൻറിച്ച് ചെയ്തോളൂ, അത് ഞങ്ങൾ സാങ്ഷൻസ് ലിഫ്റ്റ് ചെയ്യാം, പക്ഷെ ഒരു പരിധി വരെ ചെയ്യാവുള്ളൂ, ഞങ്ങൾ ഇടയ്ക്ക് ഓഡിറ്റ് ഒക്കെ ചെയ്യും കേട്ടോ എന്ന് പറഞ്ഞാൽ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു മെത്തഡാണ് ഒബാമ ഫോളോ ചെയ്തത്. പക്ഷെ ട്രംപ് വന്നപ്പോഴത്തേക്കും ട്രംപ് അതിൻ്റെ അകത്ത് ചൂണ്ടിക്കാട്ടിയ ചില കാര്യങ്ങളുണ്ട്. അത് കാരണമാണ് ഈ ഒരു പ്രശ്നം സംഭവിച്ചത്. കാരണം ചൂണ്ടിക്കാട്ടുന്ന വെച്ചാൽ ഈ ഓഡിറ്റ് ഉണ്ടെന്ന് പറയുന്നത്, പക്ഷെ ഓഡിറ്റ് പ്രോപ്പർ അല്ല. മാത്രമല്ല ഇതിൻ്റെ അകത്ത് ഹൂത്തികൾ, ഹെസ്ബുള്ള, ഹമാസ് ഇങ്ങനെയുള്ള പ്രോക്സീസിനെ ഫണ്ട് ചെയ്യുന്ന കാര്യമോ അവർക്ക് കൊടുക്കുന്ന സഹായത്തിനെ കുറിച്ചോ ഈ അഗ്രിമെന്റിൽ JCPOA അഗ്രിമെന്റിൽ പറഞ്ഞിട്ടില്ല. അതേപോലെ ബലിസ്റ്റിക് മിസൈൽസ് അവർ ഡെവലപ്പ് ചെയ്യുന്നു, അതിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ ഇൻഡയറക്ട്ലി ഇറാനെ സഹായിക്കുമല്ലേ എന്ന് പറഞ്ഞാണ് പിന്മാറിയത്. അപ്പൊ ഇത്തവണ ഡിസ്കഷന് പോയപ്പോഴത്തേക്ക് അദ്ദേഹം മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ഇതെല്ലാം ഉൾപ്പെടുത്തണം. നിങ്ങൾ ഹൂത്തികളെയും ഹെസ്ബുള്ളയെയും ഹമാസിനെയൊന്നും സഹായിക്കില്ല, ഒരു പ്രോക്സിയെ സഹായിക്കില്ല എന്നുള്ളത് അഗ്രിമെന്റിൽ ചേർക്കണം. ഓഡിറ്റുകൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ യുറാനിയം എൻറിച്ച്മെന്റ് സെന്റേഴ്സിൽ മാത്രമല്ല, ഞങ്ങൾക്ക് സംശയം തോന്നുന്ന ഏത് സെന്ററിലും ഓഡിറ്റ് ഏത് സമയത്ത് നടത്താൻ ഞങ്ങൾക്ക് അവകാശം വേണം. ബലിസ്റ്റിക് മിസൈൽസിന്റെ കേസിൽ ഞങ്ങൾ റിവ്യൂ ചെയ്യും, ചെക്ക് ചെയ്യും. ഇങ്ങനെയുള്ള ആശയങ്ങൾ വെച്ചപ്പോൾ ഇറാൻ മടി കാണിച്ചു, അവർ സ്റ്റോൾ ചെയ്തു. ആ സ്റ്റോൾ ചെയ്ത സമയത്ത് തന്നെ ഒരു ധാരണ ഉണ്ടായത്, അമേരിക്ക ഏതായാലും നേരിട്ടടിക്കില്ല, അവർക്ക് ഹമാസ് ഉള്ള പോലെ അമേരിക്കയ്ക്കുള്ള ഒരു പ്രോക്സി ആയിട്ട് വേണം ഇവിടെ ഇസ്രായേലിനെ കാണാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നത് അമേരിക്ക കരുതിക്കൊണ്ട് തന്നെ ഇസ്രായേലിനെ കൊണ്ട് നടത്തിയ ഒരു അറ്റാക്ക് ആയിട്ട് തന്നെ കാണാം. പക്ഷെ ഇനി യാതൊരു തെളിവും നമ്മൾ കാണില്ല ഇതിനു മുമ്പ്. പക്ഷേ ഇറാൻ അത് മനസ്സിലായി എന്ന് വേണ്ട കരുതാൻ. ഇറാൻ പറയുന്നു അമേരിക്കയും ഇസ്രയേലും ചേർന്നുള്ള ഗൂഢാലോചന എന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങൾ ഇതിനകം വന്നു കഴിഞ്ഞു. തീർച്ചയായിട്ടും ഇസ്രായേലിനത് നാച്ചുറലി ഇറാൻ അത് മനസ്സിലാവും. പക്ഷെ ഇതിനിപ്പോ തിരിച്ചടിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. കാരണം ന്യൂക്ലിയർ പവർ എന്നുള്ള നിലയ്ക്ക് ഇപ്പൊ ഇസ്രായേലിനെ കയറി അടിച്ചു എന്ന് വിചാരിക്കുക. പക്ഷെ അതോടെ ഇറാന്റെ കാര്യം തീർന്നു എന്നുള്ളതാണ്. ശരിക്കും പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ അവർക്ക് ഒന്നാമത് ന്യൂക്ലിയർ ഒരു 190% എഫിഷ്യൻസി ആയിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ അടിക്കാനുള്ള ഒരു ടൂൾ അവരുടെ കയ്യിലില്ല. മാത്രമല്ല ഇതിൻ്റെ അകത്ത് റിറ്റാലിയേഷൻ ഒക്കെ മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. നേരത്തെ സംഭവിച്ചപ്പോഴൊക്കെ പേരിനൊരു റിറ്റാലിയേഷൻ 5-6 ദിവസം കഴിഞ്ഞ് നടക്കുന്നു. പിന്നെ ഇതിന് റിറ്റാലിയേഷൻ വരുന്ന ഫോം ഈ അടുത്തൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇറാൻ ഡയറക്ട്ലി കയറി റിറ്റാലിയേറ്റ് ചെയ്യുന്നത് ഇതിനപ്പുറം കുറവായിരിക്കും. അവർ കൂടുതലും ചെയ്യാൻ പോകുന്നത് ഇസ്രായേലിന്റെ ഏതെങ്കിലും ഒരു നാട്ടിലെ എംബസിക്ക് ഒരു അടി കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ പുറത്തുള്ള ടൂറിസ്റ്റുകൾക്ക് എന്തെങ്കിലും ചെയ്യുക. അങ്ങനെയുള്ള തരത്തിലുള്ള ഇൻഡയറക്റ്റ് റിറ്റാലിയേഷൻ ആയിരിക്കും അവർ പോകുന്നത്. ഡയറക്റ്റ് ഒരു റിറ്റാലിയേഷൻ 5-6 ദിവസം നീണ്ടു നിൽക്കുന്ന റിറ്റാലിയേഷനോട്ട് പോകുമെന്ന് ഇപ്പോൾ കരുതാനാവില്ല. അതുകൊണ്ട് തന്നെ ഇത് ഒത്തിരി കാലം നീണ്ടുപോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇനി നെഗോഷിയേഷൻ ടേബിളിലോട്ട് ട്രംപ് കൊണ്ടുവരാൻ ശ്രമിക്കും. കാരണം ആള് പറയുന്ന ഇത്രേ ഉള്ളൂ, നിങ്ങളിപ്പം 60% ആക്കി, അത് തന്നെ ഒരു ചതിയാണ്. നിങ്ങൾ പറഞ്ഞത് ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി പവർ ജനറേഷന് വേണ്ടി 5% യുറേനിയം ജനറേഷനാണ് ഒബാമ നിങ്ങൾക്ക് സമ്മതിച്ചു തന്നത്. പക്ഷെ അതിനപ്പുറം 60% ആയി. അപ്പൊ അത് ഇപ്പൊ നമുക്ക് റീവർക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് പേടിപ്പിക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജി ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഇതൊരു ഒരാഴ്ചയ്ക്ക് അപ്പുറം നീണ്ടു നിന്ന് പോകുന്ന ഇപ്പം എനിക്ക് കരുതാനാവില്ല. പകരം നെഗോഷിയേഷൻ ടേബിളിലോട്ട് തിരിച്ചെത്തിക്കുക എന്നുള്ള സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് അമേരിക്ക പുറകിൽ നിന്നുകൊണ്ട് ചെയ്ത ഒരു കാര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, ഡോക്ടർ PJ വിൻസെന്റ്, ഇതിപ്പോൾ നീണ്ടു പോകണം, യുദ്ധ സാഹചര്യം അതങ്ങ് തുടരണം എന്ന് ആഗ്രഹിക്കുന്ന രാജ്യങ്ങളുണ്ടോ? ഇത് തുടരും, ഈ ആക്രമണം തുടരുമെന്നിപ്പോൾ ഇസ്രയേൽ പറയുന്നുണ്ട്. അതൊരു വെറും ഭീഷണിയായി കണ്ടാൽ മതിയോ? അല്ല, ഈ യുദ്ധം തുടരാതെ നിവൃത്തിയില്ലാത്ത സാഹചര്യമുള്ളത് ഇസ്രായേലിന് മാത്രമല്ല, അമേരിക്കയ്ക്കും വളരെ പ്രധാനപ്പെട്ട തന്ത്രപരമായ താല്പര്യങ്ങൾ ഈ മേഖലയിലുണ്ട്. ഒരു 3000 വർഷം, ഒരു 3 സഹസ്രാബ്ദങ്ങളെങ്കിലുമായി മെഡിറ്ററേനിയൻ ലോകം, ഇന്ത്യൻ ഓഷ്യൻ ലോകം, അതുപോലെ ഏഷ്യയുടെ പസഫിക് ലോകം, ഈ പ്രധാനപ്പെട്ട മേഖലയെ ബന്ധിപ്പിച്ച് നടത്തുന്ന ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഈ ചെങ്കടൽ. ഈ ചെങ്കടൽ മേഖലയിൽ ഹൂത്തികൾ നടത്തുന്ന ആക്രമണങ്ങൾ ഫലപ്രദമായി ചെറുക്കാൻ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ കഴിയുന്നില്ല എന്നുള്ള വസ്തുത നിലവിലുണ്ട്.
അപ്പം ഈ സംഘർഷം ശക്തിപ്പെട്ടു നിന്ന സമയത്ത് എത്രയോ കൊമേഴ്സ്യൽ കപ്പലുകൾ ആഫ്രിക്കൻ മുനമ്പ് ചുറ്റി അമേരിക്കയിലേക്കും പശ്ചിമ യൂറോപ്പിലേക്കും പോകേണ്ടുന്ന സാഹചര്യമുണ്ടായി. ഈ ഹൂത്തികളുടെ മറ്റൊരു പ്രത്യേകത, ഇറാനികൾ നേരത്തെ ഫസൽ ഖഫൂർ സാർ സൂചിപ്പിച്ചതുപോലെ ആര്യൻ വംശജരാണ്. പക്ഷേ ഹൂത്തികൾ അവർ പ്രവാചക പരമ്പരയിൽപ്പെട്ട അറബികളായിട്ടുള്ള ഷിയാക്കളാണ്. അതുകൊണ്ട് അവർക്കെതിരെ ഈ സൗദി അറേബ്യയ്ക്ക് അവരെ നേരിടുന്നതിൽ ഇത്തരം വംശീയമായ ചില ഘടകങ്ങൾ കൂടി തടസ്സമാകുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം ഈ സൗദി അറേബ്യയിലെ ജിസാൻ പ്രോവിൻസ്, അവിടെ ഇവർക്ക് ഷിയാക്കൾക്ക് നിർണായകമായ സ്വാധീനമുണ്ട്. 60% ഷിയാക്കളാണ്. അപ്പോൾ ഈ യമനും അതുപോലെ ഈ സൗദി അറേബ്യയുടെ ഈ മേഖലയിലേക്കൊക്കെ ഹൂത്തികളുടെ സ്വാധീനം വ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ചെങ്കടലിലൂടെയുള്ള കപ്പൽ വ്യാപാരത്തെ ഇപ്പോഴും നിർണായകമായി നിയന്ത്രിക്കുവാനും അതിലെ സഞ്ചരിക്കുന്ന അമേരിക്കയുടെ വാർഷിപ്പുകളെ വരെ ലക്ഷ്യം വയ്ക്കുവാനും ഹൂത്തികൾക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ ഇറാനെ ഈ മേഖലയിൽ പൂർണ്ണമായി നിശബ്ദമാക്കാതെ ഹൂത്തികളെ നേരിടുക സാധ്യമല്ല. അപ്പോൾ അങ്ങനെ ഒരു താല്പര്യവും കൂടി, അത് അമേരിക്കൻ താല്പര്യം മാത്രമല്ല, അത് വികസിത മുതലാളിത്ത ലോകത്തിൻ്റെ പൊതുവായ താല്പര്യമാണ് ചെങ്കടലിലൂടെയുള്ള വ്യാപാരം. അത് തടസ്സമില്ലാതെ സ്വാഭാവികമായി മുന്നോട്ട് പോകണം എന്നുള്ളത്. ഈ കാര്യത്തിൽ ഈജിപ്തിൻ്റെ പ്രധാനപ്പെട്ട വരുമാനം ഈ സൂയസ് കനാലിലൂടെയുള്ള കപ്പൽ ഗതാഗതമാണ്. അതുകൊണ്ട് ഈജിപ്ത് അടക്കമുള്ള അറബ് രാജ്യങ്ങൾക്കും ഇതിൽ താല്പര്യമുണ്ട്. അപ്പോൾ ഈ ഘടകങ്ങളെല്ലാം ചേരുമ്പോൾ ഈ ഇറാനെ ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളത് അമേരിക്കയുടെ ഒരു പ്രത്യേക, അമേരിക്കയുടെ ആ മേഖലയിലുള്ള താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള സഖ്യങ്ങൾ, ഈ സുന്നി സഖ്യം അത് വിപുലപ്പെടുത്തി ഇറാനെ അറ്റാക്ക് ചെയ്യാനും ഇറാനെ ഡീസ്റ്റെബിലൈസ് ചെയ്യാനുമുള്ള ശ്രമം നടത്തുന്നത്. ഇപ്പോൾ ഇറാനും പാകിസ്ഥാനുമായിട്ട് ചില ബോർഡർ കോൺഫ്ലിക്റ്റ് അടക്കമുണ്ട്. ഇത്തരം ഘടകങ്ങളെ കൂടി ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിശാലമായ സുന്നി സഖ്യത്തിലേക്ക് പാകിസ്ഥാനെ കൂടി കണ്ണു ചേർക്കാനുള്ള ശ്രമം നടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് അമേരിക്കയുടെ മേഖലയിലെ തന്ത്രപരവും സാമ്പത്തികവുമായ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു സഖ്യമാണ് രൂപപ്പെടുത്തിയിട്ട് ആ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആക്രമണം. അതോടൊപ്പം ഒരു കാര്യവും കൂടെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ അത് ചരിത്രപരമായിട്ട് തന്നെ അങ്ങനെയാണ്. 1998 റിച്ചാർഡ് ബട്ട്ലർ നൽകിയിട്ടുള്ള, അത് IAEAയുടെ പ്രതിനിധിയായിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള റിപ്പോർട്ടിൽ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്നു ഇറാഖ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ മറുപടിച്ചാണ് അന്ന് ഇറാഖിനെ ഓപ്പറേഷൻ ഡെസേർട്ട് ഫോക്സ് എന്ന പേരിൽ ഒരു സൈനിക നടപടി അമേരിക്ക നടത്തിയത്. ഇപ്പോഴും അത്തരമൊരു സാഹചര്യം കൂടി ഇസ്രായേലിന് അനുകൂലമായി വന്നിരിക്കുന്നു. അത് IAEAയുടെ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ബോർഡ് ഓഫ് ഗവർണേഴ്സിലെ 19 ആളുകൾ അനുകൂലമായി ഒപ്പിട്ടുകൊണ്ടാണ് 60% സമ്പുഷ്ടീകരണം, അതായത് നിലവിൽ IAEA മുന്നോട്ട് വെച്ചിട്ടുള്ള മാനദണ്ഡങ്ങളെ മറികടന്നുകൊണ്ട് യുറേനിയത്തിൻ്റെ സമ്പുഷ്ടീകരണം 60% എത്തിച്ചിരിക്കുന്നു. വെപ്പൺ ഗ്രേഡിന് തൊട്ട് താഴെയുള്ള 408 കിലോഗ്രാമോളം യുറേനിയം അവർ ഓൾറെഡി സമ്പുഷ്ടീകരണം നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ ഇത് ഉപയോഗിച്ചിട്ട് തന്നെ ഉണ്ടാക്കുന്ന ഇസ്രായേലിനെ തകർക്കാൻ സാധിക്കുമെന്നുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഈ IAEAയുടെ ബോർഡ് ഓഫ് ഗവർണേഴ്സിൻ്റെ പ്രമേയം പാസ്സായതോടുകൂടി ഇസ്രായേലിന് ഒരു മോറൽ ലിവറേജ് കൂടി ഇക്കാര്യത്തിൽ കിട്ടിയിട്ടുണ്ട്. ഡോക്ടർ ഫസൽ ഗഫൂർ, ഇപ്പോൾ നമ്മൾ ലീഗ് നേതാക്കളുടെ വാർത്താ സമ്മേളനത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ വാർത്താ സമ്മേളനത്തിന് അവസാനം പറഞ്ഞു കേട്ടല്ലോ, ഇറാനെതിരായ ആക്രമണം തന്നെയാണ് വിഷയം. നിലമ്പൂരിലും വിഷയമാകുന്ന ഒരു കാര്യമാണ്. ഇന്ന് രാവിലെ മുഖ്യമന്ത്രി പറഞ്ഞു തെമ്മാടി രാഷ്ട്രമാണ് ഇസ്രയേൽ എന്ന്. പലസ്തീൻ കോസ് ആരാണ് ഉയർത്തിപ്പിടിച്ചത് എന്ന കാര്യത്തിലൊരു തർക്കം അത് നിലമ്പൂരും പ്രതിഫലിക്കുമോ? ഈ ഘട്ടത്തിൽ ചോദിക്കാവുന്നൊരു ചോദ്യമായതുകൊണ്ടാണ്. ഇറാൻ്റെ ഒരു പ്രശ്നം നമ്മളെ ബാധിക്കുന്നതല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാലാകാലമായിട്ട് ഇറാൻ ഒരു ഐസൊലേഷനിൽ ഒറ്റപ്പെട്ടിട്ടുള്ള ഒരു മുസ്ലിം രാഷ്ട്രമാണ്. ഒന്ന്, അതിൽ ജനാധിപത്യമില്ല, മനസ്സിലായില്ല, അതൊരു മതരാഷ്ട്രമാണ്. വളരെ കുറച്ച് രാഷ്ട്രങ്ങൾ മാത്രമേ ഇസ്ലാമിക രാഷ്ട്രങ്ങളുള്ളൂ. സൗദി അറേബ്യ, ഇറാൻ, അങ്ങനെ ഒരു 3-4 മാത്രമേ ഉള്ളൂ. മറ്റുള്ള രാഷ്ട്രങ്ങളൊക്കെ മതേതരത്വം വിശ്വസിക്കുന്ന രാഷ്ട്രങ്ങളാണ്. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയുമായിട്ട് നല്ലൊരു ബന്ധമുള്ളൊരു രാഷ്ട്രമാണ് ഇറാൻ. വർഷങ്ങളോളമായിട്ട് അതായിട്ടുള്ള നല്ല ബന്ധമുണ്ട്. അപ്പോൾ ഇതിന് ശരിക്കും പറഞ്ഞാൽ ഉത്തരവാദിത്വം പറയേണ്ടത് ഇപ്പോൾ നേതന്യാഹു, ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്, നേതന്യാഹു മോഡിയെ വിളിച്ചു എന്നാണ് പറയണത്. അപ്പോൾ നേതന്യാഹു മോഡി ഇപ്പോൾ ആരുടെ വശത്ത് നിൽക്കും? മോഡി അവർക്ക് ഒരുപാട് കാര്യമായിട്ട് എണ്ണയുടെ ഈ സപ്ലൈ ഇന്ത്യക്ക് നൽകിയിരുന്ന ഒരു രാഷ്ട്രമാണ് ഇറാൻ. തിരിച്ച് നമ്മുടെ ഒരുപാട് വസ്തുക്കൾ അവർ വാങ്ങുന്നുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ ആ രാഷ്ട്രമായിട്ട് ബന്ധം കീപ്പ് ചെയ്യുമോ? അതേമാതിരി ഇപ്പോൾ അവരുമായിട്ട് യുദ്ധസാമഗ്രികൾ മാത്രം വാങ്ങുന്ന രാഷ്ട്രം, അതായത് ഇസ്രായേൽ, അവരായിട്ട് ബന്ധം കീപ്പ് ചെയ്യുമോ എന്നുള്ളതാണ്. ഏതായാലും ചോദ്യത്തിന് ഉത്തരം വളരെ സിമ്പിളാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഇതിലിപ്പോൾ എന്താ ഉണ്ടാകാൻ പോകണമെന്ന് പറഞ്ഞുതരാം.
ഇപ്പോൾ ഈ രാഷ്ട്രത്തിന് ഇറാൻ എടുത്ത് നമ്മുടെ എല്ലാം കണക്കുകൂട്ടലും നമ്മുടെ സൈനിക വിദഗ്ധർ നമ്മുടെ കൂട്ടത്തിലുള്ളവർക്കും അറിയാം, ഒരു യുദ്ധത്തിൽ ഇറാൻ ഒരിക്കലും അവരോട് ജയിക്കാൻ പോകുന്നില്ല എന്നത്. പക്ഷേ എന്താ നടക്കാൻ പോകണമെന്ന് അറിയാം, നമുക്കറിയാം. ഇപ്പോൾ ഇറാഖിൽ നടന്ന മാതിരി, അല്ലെങ്കിൽ മുല്ലപ്പൂ വിപ്ലവത്തിൻ്റെ കാലഘട്ടത്തിൽ നടന്ന മാതിരി ഇപ്പോൾ അവരൊരു ജനാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മുറവിളി തുടക്കും ഇവിടെ. ഇതൊക്കെ ഒരു പ്ലാനാണെന്നേ അമേരിക്കയുടെ പല രാജ്യങ്ങളും നടപ്പാക്കിയിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് അത് ഇവിടെ അല്ല പല രാജ്യങ്ങളും നടപ്പാക്കിയിട്ട് അത് ജനാധിപത്യം എന്ന് പറയും. വേറെ ഒരു പത്യമില്ലല്ലോ ലോകത്ത്, മനസ്സിലായില്ലേ? അത് ഇട്ടുകൊണ്ട് അവരുടെ ജനങ്ങളുടെ ഇടയിൽ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിക്കൊണ്ട് അതിനുവേണ്ടി ഒരു ഇപ്പോഴത്തെ അവിടുത്തെ ഇറാൻ്റെ ഇതിനെ തകർക്കാൻ നോക്കും. വളരെ ദുർബലമാണ് ഇറാൻ. കാരണം അവിടെ പോയിട്ടുള്ള ആൾക്കാരെല്ലാം പറഞ്ഞു അവിടെ വളരെ ഡോളറിനൊക്കെ ഒരു വിലയില്ലാത്തൊരു രാജ്യമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഡോളറിന് വിലയുണ്ട്, അവിടുത്തെ ഇറാനിലെ കറൻസിക്ക് യാതൊരു വിലയില്ലാത്ത സ്ഥിതിയായിട്ടൊക്കെ നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ്. അപ്പോൾ ആ നിലക്ക് ഇത്തരത്തിലുള്ള ഒരു ഇടപെടലാണ് അവിടെ ഉണ്ടാകുമ്പോൾ, അല്ലാതെ ഇത് ഇവിടെ വെച്ചിട്ട് അവസാനിക്കില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു എക്കണോമിക് വാറാക്കി മാറ്റും എന്നിട്ട് പിന്നെ ഡെമോക്രസിക്ക് വേണ്ടിയിട്ടുള്ളൊരു വാറാക്കി മാറ്റും. എല്ലാം കാപട്യമാണ്, മനസ്സിലായില്ലേ? ആ കാപട്യത്തിൻ്റെ ഭാഗമായിട്ട് അതാണ് അവിടെ നടക്കാൻ പോകുന്നത് എന്നാണ് എൻ്റെ ശരി. കപട ലോകത്തിലെ പുതിയ കാഴ്ച നിർമ്മൽ എബ്രഹാം, ഇപ്പോൾ ഇറാന് നേർക്കുള്ള ഇസ്രയേൽ ആക്രമണങ്ങളെ പ്രശംസിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. അതായത് നാളെ ഒമാനിൽ ചർച്ച നടത്താനിരുന്ന ഡൊണാൾഡ് ട്രംപ്, ഇറാനുമായി ചർച്ച നടത്താനിരുന്ന 6ാം വട്ട ചർച്ച നടത്താനിരുന്ന ഡൊണാൾഡ് ട്രംപ് പറയുകയാണ് ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ, കാര്യങ്ങൾ നടന്നതെല്ലാം മികച്ചതായിരുന്നു എന്ന്. അപ്പോൾ ഇത് ഒരുമിച്ചുള്ള പരിപാടിയായിരുന്നു. അല്ല, അത് ട്രംപ് എനിക്കൊന്ന് ഇനിഷ്യലി തന്നെ പറഞ്ഞിരുന്നു. ഈ അഗ്രിമെന്റ്സ് അദ്ദേഹം പുതിയ ക്ലോസസ് പറഞ്ഞു. ആ ക്ലോസസിനൊപ്പം പറഞ്ഞ ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ക്ലോസ് അംഗീകരിക്കുക, ഇല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ തകർക്കും, ഇതെന്റെ വാക്കാണ് എന്ന് പറഞ്ഞാണ് അന്ന് ഇറാൻ തിരിച്ചു പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നിങ്ങൾ എന്ത് വേണം ചെയ്തു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇത് സർപ്രൈസിംഗ് ആയിട്ട് തോന്നുന്നില്ല. ഇനി ഇന്ത്യയുടെ ആംഗിളിൽ ജസ്റ്റ് ശ്രീ ഫസൽ ഗഫൂർ പറഞ്ഞതിലോട്ട് ആഡ് ചെയ്ത് പറയുകയാണെങ്കിൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവസാനിച്ചു കഴിഞ്ഞാൽ, അതായത് ഏത് രീതിയിലായിക്കോട്ടെ ട്രംപുമായിട്ട് നെഗോഷിയേഷൻ ടേബിളിൽ എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം ഗുണം ഉണ്ടാകാൻ പോകുന്ന രാജ്യങ്ങളൊന്നാണ് ഇന്ത്യ. കാരണം ഇറാന്റെ ഓയിലിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഡിസ്കൗണ്ടഡ് പ്രൈസിൽ ലോങ്ങർ ആയിട്ടുള്ള ക്രെഡിറ്റ് പീരീഡിൽ നമുക്ക് ഓയിൽ തരാൻ സമ്മതിച്ച ഒരു രാജ്യമാണ് ഇറാൻ. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത സാങ്ഷൻസ് നിൽക്കുന്നുണ്ട്. സാങ്ഷൻസ് ലിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറാൻ അംഗീകരിക്കണം അമേരിക്കയുടെ ടേംസ്. അങ്ങനെ അംഗീകരിച്ചാൽ ഇന്ത്യക്ക് ചീപ്പായിട്ട് ഓയിൽ കിട്ടും. ഇപ്പൊ ഈ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഒരു ചെറിയ പരിഹാരമാവും. രണ്ടാമത്തെ ചാബഹാർ പോർട്ട്, ആ പോർട്ട് പണിയാനായിട്ട് 10 വർഷത്തെ കോൺട്രാക്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ പാകിസ്ഥാനെ ബൈപ്പാസ് ചെയ്ത് അഫ്ഗാനിസ്ഥാനിലോട്ടും സെൻട്രൽ ഏഷ്യയിലോട്ടും നമുക്ക് ട്രെയിനിനുള്ള ആക്സസ് ആണ്. മാത്രമല്ല ചൈന പാകിസ്ഥാനുമായിട്ട് ചേർന്ന് അവിടെ ഗ്വാഡർ പോർട്ട് നിർമ്മിക്കുന്നുണ്ട്. അതിനൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് പണിത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പോർട്ടാണ്. ഇത് രണ്ടും നമുക്ക് തടസ്സം ചെറിയ രീതിയിൽ നിൽക്കുന്ന ഈ സാങ്ഷൻസ് ആണ്. അത് മാറിക്കഴിഞ്ഞാൽ ഇന്ത്യയെ സത്യം പറഞ്ഞത് ഇന്ത്യക്ക് ഗുണകരമായിട്ടേ വരുള്ളൂ എന്നുള്ളതാണ് ഒരു വാസ്തവം. ശരി. ഡോക്ടർ പി ജെ വിൻസെന്റ്, അവസാനമായി ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിപ്പോൾ മൗനത്തിൽ നിൽക്കുന്നതാണ് ഗുണം ചെയ്യുക എന്നാണോ താങ്കൾ കരുതുന്നത്? ഇപ്പോൾ നെതന്യാഹു വിളിച്ചിരിക്കുന്നു മോദിയെ. അല്ല, തീർച്ചയായിട്ടും ഇപ്പോൾ ഇസ്രായേലുമായിട്ടും ഇറാനുമായിട്ടും തന്ത്രപരമായും സാമ്പത്തികമായിട്ടും വളരെ അടുത്ത ബന്ധമാണ് ഇന്ത്യക്കുള്ളത്. അത് നേരത്തെ നിർമ്മൽ സൂചിപ്പിച്ചതുപോലെ ചബഹാർ തുറമുഖത്തിൻ്റെ കാര്യത്തിലും അവിടുന്ന് എണ്ണ വാങ്ങുന്ന കാര്യത്തിലുമൊക്കെ ഇറാനുമായിട്ട് വളരെ അടുത്ത ബന്ധം ഇന്ത്യക്കുണ്ട്. ഈ ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കൊറിഡോറിന് ബദലായിട്ട് ഇന്ത്യക്ക് വയ്ക്കാവുന്ന ഒരു പദ്ധതിയാണ് ചബഹാറിന് സെൻട്രൽ ഏഷ്യയിലൂടെ റഷ്യ വരെ നീളുന്ന ഒരു വലിയ പദ്ധതിയാണത്. അത് തീർച്ചയായിട്ടും. പക്ഷേ തന്ത്രപരമായി ചിന്തിക്കുമ്പോൾ ഇപ്പോഴത്തെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഐഡിയോളജി കൂടി നമ്മൾ പരിശോധിക്കുമ്പോൾ ഇസ്രായേലുമായിട്ട് കൂടുതൽ അടുത്ത ബന്ധങ്ങൾ വളർത്തിയെടുക്കാനാണ് അവർ പരിശ്രമിക്കുന്നത്. അത് തന്ത്രപരമായ വളരെ അടുത്ത ബന്ധം ഇസ്രായേലുമായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ ഇസ്രായേൽ ഇന്നിപ്പോൾ ലോകത്തിൽ ഏറ്റവും അധികം ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ്. മാത്രമല്ല ഇസ്രായേലും ഇന്ത്യയുമായി ചേർന്നിട്ടാണ് ബരക് മിസൈലുകൾ രൂപപ്പെടുത്തിയത്. ആ മിസൈലുകൾ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ വളരെ ഫലപ്രദമായി പ്രയോഗിക്കുകയും ചെയ്തു. അപ്പോൾ ഈ തന്ത്രപരമായ മേഖലയിലുള്ള സഹകരണം തീർച്ചയായിട്ടും ഒരുപക്ഷെ ഇറാനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഇന്ത്യയുടെ നയരൂപീകരണത്തിൽ ഇസ്രായേലിന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിനർത്ഥം ഈ കോൺഫ്ലിക്റ്റിൽ ഇന്ത്യ ഇടപെടില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായിട്ടും ഒരു ന്യൂട്രൽ നിലപാടായിരിക്കും സ്വീകരിക്കുക. ഇരു രാജ്യങ്ങളിലും ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നുള്ള സമീപനത്തിനപ്പുറത്തേക്ക് ഇപ്പോൾ തുർക്കി ചെയ്തതുപോലെ പാകിസ്ഥാൻ ആയുധം കൊടുത്തതുപോലെ ഏതെങ്കിലും തരത്തിൽ ആയുധങ്ങൾ കൊടുത്തോ അല്ലാതെയോ ഇസ്രായേലിനെ സഹായിക്കുകയോ അല്ലെങ്കിൽ
ഇറാനെതിരായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുക ചെയ്യാനുള്ള സാധ്യത തുലോം വിരളമാണ്. ഇന്ത്യ ഇതുവരെ തുടർന്ന് വരുന്ന നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റിൻ്റെ കാലത്തുള്ള ഒരു സമീപനം, സമാധാനത്തിനോട് നിൽക്കുന്ന ഉഭയകക്ഷി ചർച്ചകളിലൂടെയും ബഹുകക്ഷി ചർച്ചകളിലൂടെയും കോൺഫ്ലിക്റ്റുകൾ പരിഹരിക്കുക എന്ന നിലപാടിലായിരിക്കും ഇന്ത്യ നിൽക്കുക. ഏതായാലും ഈ സംഘർഷം നീണ്ടുപോയാൽ തീർച്ചയായിട്ടും അത് ഇന്ത്യയെ വളരെ മാരകമായിട്ട് തന്നെ ബാധിക്കും. കാരണം ഗൾഫ് മേഖല അസ്ഥിരമാകും എന്നതാണ് പ്രശ്നം. ഗൾഫ് മേഖല എന്ന് പറയുന്നത് ഇന്ത്യയുടെ തന്നെ ഒരു എക്സ്റ്റൻഷനായിട്ട് കണക്കാക്കാവുന്ന സ്ഥലമാണ്. അത്രയും അടുത്ത വ്യാപാര ബന്ധങ്ങളും സാമ്പത്തിക ബന്ധങ്ങളും ജനങ്ങളുമായിട്ടുള്ള പരസ്പര ബന്ധവും ഒക്കെയുള്ളൊരു പ്രദേശമാണ്. അപ്പോൾ ഈ ഗൾഫ് മേഖല തീർച്ചയായിട്ടും സംഘർഷാത്മകമായി കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനം. അത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ താല്പര്യങ്ങളെ ബാധിക്കുക തന്നെ ചെയ്യും. ശരി, ഗൾഫ് മേഖലയിലെ വിവിധ രാജ്യങ്ങളുടെ പ്രതികരണം ഇത് തുടരരുത് എന്നുള്ളതാണ്. അവരുടെ ഇടപെടൽ എത്രത്തോളം ഫലപ്രദമാകും എന്നതും അറിയേണ്ടതുണ്ട്. ഐക്യരാഷ്ട്രസഭ എന്നൊരു സംവിധാനം ഇവിടെയുണ്ട്. അതിൻ്റെ പ്രവർത്തനം എങ്ങനെ, അതിനെ സ്വാധീനിക്കാനുള്ള സാഹചര്യം എങ്ങനെ എന്നുള്ളതൊക്കെ ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ദുർബലമായ സംവിധാനമായി അത് മാറുന്നു. ലോകരാജ്യങ്ങളായാലും ഈ വിഷയത്തിൽ എത്രത്തോളം പ്രതികരിച്ചു എന്ന് നോക്കുമ്പോൾ അങ്ങനെ ഒരു പ്രതികരണം വന്നിട്ടില്ല എന്നതും നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമാണ്. വളരെ നന്ദി ഡോക്ടർ PJ വിൻസെന്റ്, ഡോക്ടർ മോഹൻ വർഗീസ്, ഡോക്ടർ ഫസൽ ഗഫൂർ, നിർമ്മല എബ്രഹാം ചർച്ചയിൽ പങ്കെടുത്തതിന്.